പ്രൈസ് ലോർഡ്. അരാം സൈന്യം ഇസ്രയേലുമായി പലപ്പോഴും യുദ്ധം ഉണ്ടാകാറുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ യുദ്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് അവിടേക്ക് കടന്നു വന്നപ്പോൾ, ഇന്ന വഴിയിലൂടെ പോയി ഇവരെ ആക്രമിക്കാമെന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ രാജാവ് അവിടേക്ക് തൻ്റെ സൈന്യത്തെ അയച്ച് അരാം സൈന്യത്തെ ബ്ലോക്ക് ചെയ്തു. ഇത് പല പ്രാവശ്യം സംഭവിച്ചപ്പോൾ അരാം രാജാവ് തൻ്റെ മിലിറ്ററി എല്ലാം വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ ഇടയിൽ ചാരന്മാരുണ്ട്. നമ്മൾ ഇതുവഴി യുദ്ധത്തിന് പോകുന്നെന്നുള്ള വാർത്ത ഇസ്രായേലിന് അന്നേരം അറിയിക്കുന്ന ആരോ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ ആൾക്കാർ പറഞ്ഞു, അങ്ങനല്ല, അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നവനാ. ആ പ്രാർത്ഥിക്കുന്ന പ്രവാചകന് ദൈവം കൊടുക്കുന്ന നിയോഗമാണ് നമ്മൾ ഇതുവഴി പോകുന്നെന്നുള്ളത് പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയിക്കുന്നത് കൊണ്ട് ആ രാജാവിനെ രക്ഷപ്പെടുത്തുക. അപ്പോൾ അരാം രാജാവ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു: എന്നാൽ അവനെ പിടിക്കുക തന്നെ. ഈ പ്രാർത്ഥിക്കുന്നവനെ, ശത്രുവിൻ്റെ നീക്കം പ്രാർത്ഥനയിലൂടെ കണ്ടെത്തുന്നവനെ പിടിക്കുവാൻ ഈ രാജാവ് സൈന്യത്തെ നേരെ ഈ എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഈ പ്രവാചകൻ തൻ്റെ ബാല്യക്കാരനും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ പ്രദേശത്തേക്ക് സൈന്യത്തെ അയച്ചു. രാവിലെ ഉണർന്നെഴുന്നേറ്റ ബാല്യക്കാരൻ നോക്കിയപ്പോൾ എലീശയെ പിടിക്കുവാൻ വേണ്ടി ഒരു സൈന്യം പട്ടണം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. താൻ കാണുന്ന കാഴ്ച അതാണ്. ഇപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും, പിടിച്ചുകൊണ്ടു പോകും, ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാം. താൻ ആകെ ഭയപ്പെട്ടു, നിലവിളിച്ചു. എലീശയുടെ അടുക്കൽ വന്നേച്ച് പറയുന്നൊരു വാക്കുണ്ട്: യജമാനെ, നമ്മുടെ കാര്യം ബുദ്ധിമുട്ടിലായി. എന്നാൽ എലീശ പറയുന്നൊരു വാക്കുണ്ട്: കർത്താവെ, കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ ബാല്യക്കാരൻ്റെ കണ്ണ് ദൈവം തുറന്നു. ബാല്യക്കാരൻ കാണുന്നൊരു കാഴ്ച, എലീശയ്ക്ക് ചുറ്റും അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും തനിക്ക് ചുറ്റും നിരന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ബാല്യക്കാരൻ കണ്ടത്. തൻ്റെ ഭയം മാറിപ്പോയി. എലീശ പ്രാർത്ഥിച്ചതാണ്: കർത്താവെ, ഇവൻ ഇതൊന്ന് കാണണേ. പലപ്പോഴും നമ്മൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മെ ആക്രമിക്കാൻ വരുന്ന ശത്രു അല്പം അകലെയാണ്. ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, പട്ടണം സൈന്യം വളഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ സൈന്യം എലീശയ്ക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയണം: പ്രശ്നം അകലെയാണ്, എൻ്റെ ദൈവത്തിൻ്റെ സൈന്യം എന്നെ വളഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സൈന്യത്തെ ഭേദിച്ച് ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. ഈ ബോധ്യമുണ്ടെങ്കിൽ പട്ടണം വളഞ്ഞു നിൽക്കുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും നമ്മൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: കർത്താവെ, എനിക്ക് ചുറ്റുമുള്ള ദൈവിക സംരക്ഷണം കാണുവാൻ എൻ്റെ കണ്ണിനെ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയവനായ കർത്താവ് നമുക്ക് അതിന് ഇടവരുത്തട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.